പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിലുള്ള സകല ദൈവഭക്തന്മാർക്ക്, ക്രൈസ്തവ വിശ്വാസികൾക്കും ഒരു പഠന വിഷയമാണ്, ഒരു ചിന്താ വിഷയമാണ് ഇബ്രായ ലേഖനം 11-12 അധ്യായങ്ങൾ. അല്ലേ, വ്യക്തമായിട്ടും ശക്തമായിട്ടും ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ 2 അധ്യായങ്ങൾ നമ്മൾ വായിച്ച് നമ്മൾ ജീവിതത്തിൽ ഒന്നുകൂടെ ബലം പ്രാപിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന വചനം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതാരാണെന്നുള്ളതാണ് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എബ്രായ ലേഖനം 11-ാം അധ്യായം പഴയ നിയമ വിശ്വാസ വീരന്മാർ, യുദ്ധവീരന്മാർ, യോദ്ധാക്കൾ, കർത്താവിന്റെ വേണ്ടി ശക്തിയോടെ നിന്ന് മരണം വരിച്ച അതിശക്തന്മാരായിരിക്കുന്നവരുടെ പേരുകളാണ് എഴുതി ചേർത്തിരിക്കുന്നത്. ഏകദേശം 16 പേരുടെ വീരന്മാരുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അനവധി ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 11-ാം അധ്യായം ഹല്ലേലൂയ അതിൽ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദിവേറ്റു. വേറെ ചിലർ, അപ്പം മറ്റു ചിലർ, വേറെ ചിലർ എന്ന് പറഞ്ഞ് ഒരു നല്ല വിവരണമാണ് ഇവിടെ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. അപ്പം മറ്റു ചിലരും വേറെ ചിലർ എന്ന് പറയുന്ന വിശ്വാസ വീരന്മാരും വിശുദ്ധന്മാരും നീതിവന്മാരും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം വേറെ ചിലർ, മറ്റു ചിലർ എന്ന വാക്കുകൾ കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പൗലോസ് പറയുക. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, സാക്ഷികൾ വലിയൊരു സമൂഹം എന്ന് പറയുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ചവർ മണ്ണോട് മണ്ണായി ചേർന്നില്ല. പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ച് അവർ മണ്ണോട് മണ്ണായി ചേർന്നില്ല. അവരെല്ലാം ആകാശമണ്ഡലത്തിലെ മേഘം പോലെ സാക്ഷികളായി നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് ഇപ്പോൾ ഭൂമി ജീവിക്കുന്ന നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതാണ് സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്ന് പറയുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ച് മണ്ണായി മാറാതെ, ഹല്ലേലൂയ, ആകാശമണ്ഡലത്തിലെ മേഘം പോലെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? ആകാശമണ്ഡലത്തിൽ അനവധി മേഘങ്ങളുണ്ട്. ആ മേഘങ്ങൾ ഇങ്ങനെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആകാശത്തിൽ ഈ മേഘങ്ങൾ ചുറ്റി നമ്മെ സഞ്ചരിക്കുന്നത് പോലെ തന്നെ പഴയ നിയമ വിശുദ്ധന്മാർ ആകാശമണ്ഡലത്തിലെ മേഘം പോലെ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാരെ, ഹല്ലേലൂയ, അവർ ഹല്ലേലൂയ സ്തോത്രം, ഭൂമിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളെ ശ്രദ്ധിക്കാൻ ആരുണ്ട്? പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഹല്ലേലൂയ ഒളിമ്പിക് മത്സരം നടക്കുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ പല വീരന്മാരും ഓട്ടത്തിൽ മുൻപന്തിയിലേക്ക് വരും. ഹല്ലേലൂയ. ഓട്ട മത്സരത്തിൽ ഓടും. ആ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കറിയാം, ദേശങ്ങളിലുള്ള നേതാക്കന്മാരും രാഷ്ട്രപതികളും പ്രധാനമന്ത്രിമാരും ആർ ജയിക്കുമെന്ന് ആ കാലഘട്ടത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആഫ്രിക്കയിലുള്ള ഒരാൾ എല്ലാവരെയും പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അദ്ദേഹം അതിശക്തിയോടെ ഓടിക്കൊണ്ടിരിക്കുക. എല്ലാവരും അദ്ദേഹത്തെ കൈകൂട്ടി ഹല്ലേലൂയ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? നിലം പതിച്ചു, കാല് തട്ടി വീണ് നിലം പതിച്ചു. വളരെ പരിതാപകരം. അദ്ദേഹത്തിന് ഓടാൻ കഴിഞ്ഞില്ല.
കാലിന്റെ വേദന കൊണ്ട്. അങ്ങനെ കാലിന്റെ വേദന കൊണ്ട് ആ വേദന അനുഭവിക്കുന്ന ആ സമയത്ത് കാലിലെ വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടും അദ്ദേഹം വളരെ മാനസികമായി തകർന്നു. പ്രൊഫസറും ആ ഓട്ടം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു വൃത്തനായ മനുഷ്യൻ, അല്ലേലിയ, പെട്ടെന്ന് കുതിച്ച് വീണ് കിടക്കുന്ന ആ മനുഷ്യന്റെ അരികിലേക്ക് വന്നു. അല്ലേലിയ, ഓട്ട മത്സരത്തിന്റെ അടുക്കലേക്ക് എത്ര തടസ്സങ്ങളെയും തകർത്തുകൊണ്ട് ആ വൃത്തൻ ഓടി വന്ന് ജനങ്ങൾ നോക്കി നിൽക്കെ ആ ഓട്ടക്കളത്തിലുണ്ട് വീണ് കിടന്ന മനുഷ്യന്റെ രണ്ട് കൈകളും എടുത്ത് തന്റെ തോളിലിട്ടുകൊണ്ട് ആ മനുഷ്യൻ കൊണ്ട് ഓടുവാൻ തുടങ്ങി. അല്ലേലിയ, അല്ലേലിയ, ആ കൈ തോളിൽ പിടിച്ചുകൊണ്ട് ഓടി. ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ഓട്ടം ഓടി ജയിച്ചു എന്നുള്ളതാണ്. പ്രൈസിലോ ആ വീരന് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിതാവിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആ ഓട്ട മത്സരം ഓടി ജയിപ്പാൻ കഴിഞ്ഞു. പിതാവും മകനും പരസ്പരം താങ്ങിക്കൊണ്ട് ആ കാഴ്ച എല്ലാവരും കണ്ടു. പിതാവും മകനും പരസ്പരം താങ്ങി ആ ഓടുന്നത്. എന്താണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്? ഇവർ പുസ്തകത്തിൽ വായിച്ചത്. കാരണം നമ്മൾ ഈ ഓട്ടക്കളത്തിൽ ഓടി ചിലപ്പോൾ കാൽ വഴുതി വീഴാറുണ്ട്. നമ്മൾ പലപ്പോഴും വീണു പോകാറുണ്ട്. നമ്മൾ വീണു പോകുമ്പോൾ വീണു പോകാതിരിക്കാൻ ആ ഓട്ടക്കളത്തിലേക്ക് ഓടി വന്ന ആ പിതാവ്, വീണിടക്കുന്ന ആ മനുഷ്യന്റെ പിതാവ് ഓടി വന്ന മകനെ ചേർത്ത് ഓടിയതുപോലെ നാം പലപ്പോഴും വീണു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സൃഷ്ടമായ ദൈവം നമ്മെ വലം കൈ പിടിച്ചുകൊണ്ട് നാം ഓടി തളരാതിരിപ്പാൻ നമ്മെ കൈക്ക് പിടിച്ചിരിക്കൊണ്ട് നാം അതുകൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടണം. പ്രൈസലോ, നാം വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന
ചെയ്തത്. അവരാണ് നിന്റെ എല്ലാം ഉടയവരെന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞു നിൽക്കുന്ന അനവധി വിശ്വാസികളുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ദൈവരാജ്യത്തിൽ നിനക്ക് ചെല്ലാൻ കഴിയില്ല. നീ പാരമ്പര്യം വിട്ട് മടങ്ങുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയുടെ ഭാഗമായി മാറണം. വേദപുസ്തകം പാരമ്പര്യത്തിനല്ല സ്ഥാനം കൊടുക്കുന്ന വംശാവലിയില്ല. അബ്രഹാമിന്റെ പുത്രനായിരിക്കും, ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം രേഖപ്പെടുന്നത്. അപ്പൊ നീ നിന്റെ പാരമ്പര്യത്തിലാണോ നിൽക്കുന്നത്, അതോ കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിലാണോ? നിന്റെ പാരമ്പര്യമാണെങ്കിൽ നിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് നീ വംശാവലിക്കകത്താണ്, യേശുക്രിസ്തുവിന്റെ വംശാവലിയിലാണ്. യേശുവിനെയാണ് നീ അനുഗമിക്കുന്നെങ്കിൽ നിനക്ക് നിശ്ചയമായി സ്വർഗരാജ്യത്തിൽ ചെല്ലാം. അതുകൊണ്ട് ജീവിതത്തിലെ ആചാര അനുഷ്ഠാന കർമ്മജടിലമായ ചിന്തകളെ നീ മാറ്റിവെച്ചിട്ട് അല്ലേറിയ സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് ആമിന്റെ ഓട്ട സ്ഥിരതയോടെ ഓടണം. നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. അല്ലേറിയ സ്ഥിരതയില്ലാത്ത മനുഷ്യൻ നമുക്കറിയത്തില്ലേ? സ്ഥിരതയില്ലാത്ത മനുഷ്യൻ രാവിലെ പാണ്ടം കെട്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക. ആ പോക്കി അല്ലെങ്കിൽ അരികളുടെ നിന്ന് അപമാനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഈയക്കം വഴിയിൽ വരുന്ന എല്ലാ ഉപദ്രവങ്ങളും ചിലപ്പോൾ നായ കെട്ടിച്ചെന്ന് വരാൻ, ചിലപ്പോൾ ഓടേണ്ടിയും, അങ്ങനെ പലപ്പോഴും പലരുടെയും നിന്നയ്ക്കും ഒക്കെ വിധേയപ്പെടും എന്ന് പറഞ്ഞ പോലെ ട്രാക്ക് തെറ്റി ഓടുന്നവർക്കൊക്കെ ഇതൊക്കെ അഗതി അല്ലെ, പാപം. അതുകൊണ്ട് മുറുകെ പറ്റുന്ന പാപം ഒന്നാമത് വിശ്വാസ ത്യാഗത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. അത് അവിശ്വാസമാണ്. മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത് നിങ്ങളെ വിശ്വാസ ത്യാഗത്തിലേക്ക് വഴി നടത്തി കൊണ്ടുപോകും. അവിശ്വാസം അല്ലേരിയ. രണ്ടാമത് ദിവ്യാഗ്രഹ ചിന്തകളാണ്, ദുരാഗ്രഹ ചിന്തകളാണ്. മനുഷ്യനെല്ലാം ദിവ്യാഗ്രഹ ചിന്തകളും ദുരാഗ്രഹ ചിന്തകളും ആവശ്യമില്ലാത്ത മോഹങ്ങൾക്ക് അധീനരാ മനുഷ്യൻ. അല്ലേലൂയ. മോഹങ്ങളില്ലാത്ത മനുഷ്യനില്ല. എല്ലാവരും മോഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. ആ മോഹമാണ് ഉള്ളിലേക്ക് കടന്നു പോകുന്നത്, പാപത്തെ പ്രസവിക്കുന്ന മോഹം ഗർഭം ധരിച്ച് പാപത്തെ പിറന്ന അത് മരണം സംഭവിക്കുക. അത് മുഖാന്തരം. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിരതയോടെ ഓടണം. അല്ലേലൂയ. വിശ്വാസവീരന്മാരുടെ വലിയൊരു കൂട്ടം ആകാശമണ്ഡല മേഘങ്ങളെ പോലെ അവർ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൂതന്മാരും ഗുരുവുകളും സാറാഫുകളും എല്ലാം നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെയാണോ എന്നറിയാൻ വേണ്ടി. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലേലൂയ, ദൈവജനത്തെ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മരുഭൂമിയിൽ അല്ലേലൂയ വഴി നടന്നു വന്ന ഇസ്രായേൽ ജനത്തിന് മേഘസ്തംഭവും അഗ്നിസ്തംഭവും കാത്തു സൂക്ഷിച്ചു. എന്നാൽ പുതിയ നിയമ മക്കളായിരിക്കും നമ്മെ മേഘം പോലുള്ള മേഘം പോലുള്ള തിരകൾ അല്ലെ മേഘം പോലെയുള്ള സാക്ഷികൾ അല്ലെ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തെ എങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്രം അവരെ നടത്തിയത്. അതാണ് നമ്മൾ ചിന്തിക്കരുത്. അതിനെക്കുറിച്ച് വേദപുസ്തകം നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നെഹമ്യാവ് ഈ കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. നെഹമ്യാവിന്റെ ദിവസം 9-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം പറയുമ്പോൾ, നീ പകൽ സമയത്ത് മേഘസ്തംഭം കൊണ്ടും രാത്രി സമയത്ത് അവർ പോകുന്ന വഴിക്ക് വെളിച്ചം കൊടുപ്പാൻ അഗ്നിസ്തംഭം കൊണ്ടും അവരെ വഴി നടത്തി അല്ലേലൂയ എന്ന് നെഹമ്യാവ് അല്ലേലൂയ പുസ്തകം എഴുതുമ്പോൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നെഹമ്യാവ് ഈ പുസ്തകം രേഖപ്പെടുത്തുമ്പോൾ നെഹമ്യാവ് ഇതെങ്ങനെ മനസ്സിലാക്കി? നെഹമ്യാവ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ സാജനത്തെ വഴി നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെക്കുറിച്ച് നെഹമ്യാവ് ശരിക്കും മനസ്സിലാക്കി. അല്ലേലൂയ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായം അതിന്റെ 20, 21, 22 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അവൻ അല്ലേലൂയ സുക്കോത്തിൽ നിന്ന് അവർ സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കക്കരെ ഏതാമിൽ പാളയമിറങ്ങി. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിനും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന് മുമ്പിൽ നിന്നും മാറിയതില്ല. അത് നെഹമ്യാവ് ഈ പുസ്തകം എഴുതുമ്പോൾ പഴയ നിയമത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ സാഹചര്യത്തെ പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും നടത്തിയ ദൈവത്തിന്റെ ആ കരുണയെക്കുറിച്ചാണ് നെഹമ്യാവ് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. അത് ഇന്ന് നമ്മൾ വായിച്ച് മറന്നു പോകാനല്ല. അതേ ആ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമ ഇസ്രായേൽ പുതിയ നിയമ സഭയ്ക്ക് നമുക്ക് മുമ്പേ മരിച്ചുപോയി, നമുക്ക് മുമ്പേ രക്തസാക്ഷിത്വം ഭരിച്ച് നമുക്ക് മുമ്പേ രക്തസാക്ഷി കർത്താവിന് വേണ്ടി പോരാടിയ
അനവധി വിശ്വാസവീരന്മാർ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുക, മേഘസ്തംഭം പോലെ ആകാശത്തിൽ മേഘങ്ങളെ പോലെ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മേഘങ്ങൾ ചുറ്റുന്ന പോലെ നമ്മെ ചുറ്റി സഞ്ചരിച്ച് നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിനക്ക് സങ്കടങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്, ദുഃഖമുണ്ട്, ജീവിതത്തിൽ നിന്ന് നിരാശയുണ്ട്, കുടുംബജീവിതം തകർന്നതാ, ഭർത്താവിനോട് സ്നേഹമില്ല, ഭാര്യയ്ക്കൊരു സ്നേഹമില്ല, മക്കൾക്ക് നിന്നോട് സ്നേഹമില്ല, ജീവിതം തകർന്ന്, ജോലി ചെയ്ത് കഠിനാധ്വാനിച്ച് ഒന്നും ബാലൻസ് എല്ലാം നഷ്ടമാ. ഒന്നും നേടുവാൻ കഴിയുന്നില്ല. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ ഭാരപ്പെടുന്നവരാ. നീ വളരാറിന് കഷ്ട സഹിക്കുക, രാവുകളിലോ നീ ജോലി ചെയ്യുന്നതാ. നിന്റെ ജോലി സമയം കഴിഞ്ഞ് നീ ഓൺ ഡ്യൂട്ടി ചെയ്യുന്നവളാ. എന്നിട്ട് നിനക്ക് ബാലൻസ് ഇല്ല. നീ എത്ര കഠിനാധ്വാനം ചെയ്താലും നിന്നെ ഒന്ന് പ്രശംസിക്കാൻ ആരുമില്ല, നിന്റെ കഷ്ടത കാണാൻ ആരുമില്ല, ഒരു സന്തോഷം വാക്ക് പറയാൻ ആരുമില്ല. എന്തെല്ലാം നീ ചെയ്താലും നിനക്ക് കുടുംബത്തിനകത്ത് നിന്ദകൾ മാത്രമാ, അപമാനങ്ങൾ മാത്രമാ, കുറ്റപ്പെടുത്തൽ മാത്രമാ. ഇതൊക്കെ നീ സഹിക്കേണ്ടി വന്നാലും ഹല്ലേലൂയ, സാക്ഷികൾ വലിയൊരു സമൂഹം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെല്ലാം വന്നാലും, ജീവിതത്തിൽ എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാലും സാക്ഷികൾ വലിയൊരു സമൂഹം നിന്നെ ശ്രദ്ധിക്കുന്നു. കൂടാതെ കർത്താവ് യേശു ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്നു. കെരൂബുകളും ദൂതന്മാരും സാറാഫുകളും വിശുദ്ധന്മാരും നിന്നെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഈ ഭൂമി കഷ്ടങ്ങളുണ്ട്, ഈ ഭൂമി സങ്കടങ്ങളുണ്ട്, ഈ ഭൂമി വേദനകളുണ്ട്. അവയൊക്കെ മറന്നുവാൻ ഓടുവാൻ നിനക്കൊരു സ്ഥിരത ആവശ്യമാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അങ്ങനെ ഓടണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തിനുമായിരിക്കുന്ന യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. അവർ ചിലർ ചിലപ്പോൾ നിങ്ങളോട് ഇപ്രകാരം പറയുമായിരിക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലെ ഭൂമിയിൽ ജീവിച്ച് എന്നാലും ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നെന്ന് ഈ എബ്രായ ലേഖനത്തിലെ വിശ്വാസ വീരന്മാർ നിങ്ങളോട് ഒരുപക്ഷെ പറഞ്ഞേക്കാം. ഹല്ലേലൂയ. വിശ്വാസ വീരന്മാർ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? അവരുടെ ശബ്ദം നിങ്ങൾ കേൾക്കാറുണ്ടോ? അവരെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കാറുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ വേദപുസ്തകം വായിക്കും, നിങ്ങളോട് വചനം സംസാരിക്കും. എൻ്റെ സഹോദര സഹോദരി, എൻ്റെ പ്രിയ മകനെയും മകളെ, നിങ്ങളെ പോലെ ഞങ്ങൾ ഈ ഭൂമിയില് കർത്താവിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിന്നവരാ, കഷ്ട സഹിച്ചവരാ. പക്ഷെ ഞങ്ങൾ ഓട്ടക്കളത്തിൽ നിന്ന് മാറിപ്പോകാൻ ഞങ്ങൾ ട്രാക്ക് തെറ്റാതെ ഞങ്ങൾ ഓട്ടം ഓടി തീർത്തു. നീ ഓടുന്നുണ്ടോ എന്നതിനോട് വിശുദ്ധന്മാർ ചോദിക്കുന്നുണ്ടോ? ആ ചോദ്യം നിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ ചോദിച്ചേക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? നിനക്ക് ദൈവത്തിന് സത്യസന്ധമായി പറയുവാൻ കഴിയണം, ഞങ്ങളും നിങ്ങളെ പോലെ സത്യസന്ധമായി ഓടിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. ഞങ്ങൾക്കായി ദൈവം ഒരുക്കുന്ന പുതിയ യെരൂശലേമിൽ ഞങ്ങൾക്ക് എത്തണം. ഈ ലോകമല്ല ഞങ്ങളുടെ വിഷയം, ലോകത്തിന്റെ സുഖമല്ല, ലോകത്തിലെ ആഡംബരയുടെ സ്ഥാനമാനങ്ങളൊന്നുമല്ല. ഞങ്ങളുടെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു വലിയ കൊട്ടാരം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഞങ്ങൾക്ക് വേദപുസ്തകം വെളിപ്പെടുത്തി തന്നു. ഇതാ ദൈവത്തോടുകൂടെ അവന്റെ കൂടാരം എന്ന് പറഞ്ഞെല്ലാവരും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്തണം. അതുകൊണ്ട് ഞങ്ങളുടെ ഓട്ടം ഞങ്ങൾ സ്ഥിരതയോടെ ഓടുക, ട്രാക്ക് തെറ്റാതെ. നിങ്ങളോട് വിശുദ്ധന്മാർ സംസാരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. വിശുദ്ധന്മാർ നിങ്ങൾ ദുരുപദേശം ഒന്നും കാണരുത് കേട്ടോ. എബ്രായ ലേഖനം 11 വായിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എബ്രായ ലേഖനം 11 വായിച്ചിട്ട് അവർ പോയ പാതയിലൂടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാതെ ഈ ക്രൈസ്തവ സഭ വിശുദ്ധന്മാർ സംസാരിക്കുന്നത് പഠിപ്പിക്കും, അതല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഹല്ലേലൂയ. വിശുദ്ധന്മാരൊന്നും കൊണ്ട് സംസാരിക്കത്തില്ല, പക്ഷേ വേദപുസ്തകം നിങ്ങളോട് സംസാരിക്കും. പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ വചനം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. ആ വചനത്തിൽ വേണം നീ വിശ്വസിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുകൾ കൊണ്ട് നിറയപ്പെട്ടത്. അല്പകാലം മാത്രമേ ഉള്ളെങ്കിലും ഒരുപാട് കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങളും നിന്ദകളും അപമാനങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാ, പീഡനങ്ങൾ കൊണ്ട് നിറയപ്പെട്ട, കണ്ണുനീർ കൊണ്ട് നിറയപ്പെട്ടതാ. അതിന് തന്നെ തകർന്നു പോകരുത്. എന്നെ പലപ്പോഴും പലരും അമ്മയെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പലരും പറയാറുണ്ട്, എൻ്റെ പാസ്റ്റേ നിരാശയാണ്, സങ്കടമാണ്, കണ്ണുനീരാണ്, ഒരു സന്തോഷമില്ല, കുടുംബം തകർന്ന് ഛിന്ന ഭിന്നമായി മാറി, എന്ത് ചെയ്യുന്നു? ചിലരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നിന്ന് പോകുക, ഞാൻ ഇന്ന് കഠിനാധ്വാന ജോലിയിലാണ്, എനിക്കൊന്ന് വിശ്രമിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, കുടുംബത്തിലൊരു സന്തോഷമില്ല, നല്ല വാക്ക് ഭർത്താവിൽ നിന്ന് കേൾക്കുന്നില്ല, എന്റെ അപകടില്ലാതെ അധ്വാനിക്കുന്നു. അല്ലേരിയെ എന്നും എനിക്ക് നിന്നകളാന്ന് പറഞ്ഞ അനവധി ആളുകളെ എനിക്ക് വിദേശത്തുനിന്ന് എന്നെ വിളിച്ചും അല്ലെ പ്രാർത്ഥിക്കാറുണ്ട്. ഇവരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ ഫേസ്ബുക്ക് മെസ്സേജ് പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവരെന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടം പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എന്തെല്ലാം കഷ്ടം വന്നാലും കഷ്ടപ്പാട് വന്നാലും വിശ്വാസവീരന്മാരൊരു കൂട്ടം ആകാശത്തിൽ മേഘങ്ങളെ പോലെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നീ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നുണ്ടോ നോക്കാൻ.
അല്ലെങ്കിൽ യേശുവിനെ ശ്രദ്ധിക്കുന്നു. അതേ സഹോദര, പ്രശ്നങ്ങളുണ്ട്, നമുക്കെല്ലാം പ്രശ്നമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ പ്രശ്നം എനിക്കുമുണ്ട്. പക്ഷേ എൻ്റെ ട്രാക്ക് തെറ്റാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം 12 അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും അല്ലെങ്കിൽ പൂർത്തി വരുന്ന യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ച് സന്തോഷമോർത്തവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. തന്റെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ എത്രമാത്രം അപമാനിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. കള്ളനെന്നും കുലപാതകനും ചതിയെന്നും ബെൽസെബൂലെന്നും എന്ന് വേണ്ട എന്തെല്ലാം ഭ്രാന്ത് വരെ ഉണ്ടെന്ന് പറഞ്ഞു. അവന്റെ സ്വന്തക്കാർ പോലും അവനെ കൈവിട്ട് കളഞ്ഞു. എല്ലാവരും കൈവിട്ട് കളഞ്ഞു. ഹല്ലേലൂയ. എങ്കിലും തന്റെ മുമ്പിൽ വെച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടി. ഹല്ലേലൂയ. പിതാവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തനിക്ക് വന്ന അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു കർത്താവ്. ആ ക്രൂസിനെ സഹിച്ചുകൊണ്ട് കർത്താവ് ഈ ക്രൂസിൽ മരിച്ച് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അത് ഇവിടെ നീ കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നീ നൊമ്പരപ്പെടുന്നെങ്കിൽ, നിനക്കൊരു ഉയർപ്പുണ്ട്, നിനക്കൊരു പ്രത്യാശയുണ്ട്, നിനക്ക് സ്വർഗം ഒരു പരദീസത ഒരുക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ വലത്തുഭാഗത്തിരിക്കുവാൻ നീ യോഗ്യതയുള്ളവളാണോ? അതുകൊണ്ട് ഈ ഭൂമിയിലെ കഷ്ടം സാരമില്ല എന്ന് കണ്ടുകൊണ്ട് സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ടും ഓട്ടസ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തണം. ദൈവമായിട്ടൊരു ബന്ധം നിങ്ങൾക്കുണ്ടാകണം. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജനത്തിനെ തലമുറ കണ്ടെത്തിപ്പെടാത്തവർ അന്യസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ കർത്താവ് ഞങ്ങൾ സകല രാജ്യരാഷ്ട്രത്തലന്മാരെയും കർത്താവ് ദീപവാസിൽ ആദ്യമ ട്രൈബൽ മേഖലയെ സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ശൈശവത്തിലും ബാലികവും യുവനത്തിൽ വാർത്ത അനുഭവത്തിൽ തടവടിയിലായിരിക്കുന്ന സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പാപത്താൽ നിറയപ്പെട്ട മല്ലാത്താൽ നിറയപ്പെട്ട മദ്യവുമായി ലഹരി കൊണ്ട് നിറയപ്പെട്ട അക്രമ രാജ്യതീവ്രവാദ ഭീകരവാദം വർഗീയത കൊണ്ട് കർത്താവി നിറയപ്പെട്ട ഈ ലോകത്തിൽ കർത്താവി ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടുകൂടി ഞങ്ങളുടെ വിശ്വാസം കാത്ത് ആ ദൈവസിംഹാസനത്തെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം ചേരുവാൻ സകല ജനത്തെ ഒരുക്കണമേ. പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും മാറിപ്പോട്ടെ, കഷ്ടതകൾ നീങ്ങിപ്പോട്ടെ. കർത്താവി സമാധാന ജനത്തെ കൊടുക്കണം, ആശ്വാസം കൊടുക്കണമേ. സകല മുഖത്ത് എടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.